പരിസ്ഥിതിയുടെ അനാവശ്യമായ ചൂഷണത്തെക്കുറിച്ച് ആകുലപ്പെട്ടുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ 2015 ലൗദാത്തോ സി എന്ന ചാക്രിക ലേഖനം എഴുതിയത് തന്നെ. അതിൻ്റെ പ്രസക്തി എത്ര വലുതാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കാനും പഠിക്കാനും അത് നമ്മെ നിർബന്ധിക്കുക. ഈ പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് ഓർക്കാം, ദൈവം നൽകുന്ന സന്ദേശങ്ങൾ. ദൈവം ഒരിക്കലും നേരിട്ട് വരുന്നില്ലല്ലോ, ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, കാണുക സാധ്യവുമല്ല എന്ന് പൗലോസ് അപ്പോസ്തലനും വിശുദ്ധ യോഹന്നാനും പറയുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കുക? റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 1-ാം അധ്യായം 20-ാം തിരുവചനത്തിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്: സൃഷ്ടവസ്തുക്കളിലൂടെ സ്പഷ്ടമായി ദൈവത്തെ കാണാം. പരിസ്ഥിതി സംരക്ഷിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ ആകുലത ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നൊരു മാർപ്പാപ്പയെ നൽകിക്കൊണ്ട് ദൈവം നമ്മോട് സന്ദേശം അറിയിക്കുകയാണ്. ഒരു പ്രവാചകനായാണ് മാർപ്പാപ്പ നമ്മുടെ ഇടയിൽ അവതരിച്ചത്. മാർപ്പാപ്പ ഫ്രാൻസിസ് എന്ന പേര് തന്നെ സ്വീകരിച്ചത് നമുക്കറിയാം. പ്രകൃതിയുടെ കളിത്തോഴൻ എന്നറിയപ്പെടുന്ന അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ശക്തമായ ആധ്യാത്മികത സ്വന്തമാക്കിക്കൊണ്ടാണ്. കാൻറ്റിക്കിൾ ഓഫ് ക്രിയേഷൻ എന്ന മനോഹരമായ കൃതി അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് രചിച്ചു. അതിൽ സൂര്യനെയും പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളെയും ഓരോ വസ്തുവിനെയും ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്നും അത് നമ്മുടേതല്ല എന്നും നമുക്കതിനെ സ്നേഹിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ടെന്നും അദ്ദേഹം പഠിപ്പിച്ചു. ആ പാഠം മറന്നുകൊണ്ട് ഭൂമിയെയും പ്രകൃതിയെയും ചൂഷണം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ വിശുദ്ധൻ്റെ 800-ാം വർഷമാണ് ഈ വർഷം പ്രത്യേകം ഓർക്കണമെന്ന് ലിയോ മാർപ്പാപ്പ നമ്മെ ഓർമ്മിപ്പിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ പാഠങ്ങൾ ജീവിതം തന്നെ പകർത്തിക്കൊണ്ട് പറയുകയാണ്: ഈ ഭൂമി നമ്മുടേതല്ല, അത് ദൈവത്തിൻ്റെതാണ്. നമുക്കതിൽ ജീവിക്കുവാനുള്ള അവകാശം ദൈവം നൽകി. അതുകൊണ്ട് ഈ ഭൂമിയെ സംരക്ഷിക്കുക, അതിനെ ചൂഷണം ചെയ്യാതിരിക്കുക എന്ന ശക്തമായ സന്ദേശമാണ് ലൗദാത്തോ സി എന്ന ചാക്രികത്തിലൂടെ മാർപ്പാപ്പ നമുക്ക് നൽകിയത്. ലൗദാത്തോ സി എന്ന വാക്ക് തന്നെ കാൻറ്റിക്കിൾ ഓഫ് ക്രിയേഷൻ എന്ന വിശുദ്ധ ഫ്രാൻസിസിൻ്റെ കൃതിയിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ളതാണ്. പ്രൈസ് ബി ടു യു ഓ ലോർഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവമേ, നിനക്ക് സ്തുതി, നിന്നെ സ്തുതിക്കുന്നു. നീ ഭൂമിയെ സൃഷ്ടിച്ചല്ലോ, നീ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചല്ലോ, സൂര്യനെ ഞങ്ങൾക്കായിട്ട് സൃഷ്ടിച്ചല്ലോ, ഞങ്ങൾക്ക് ശ്വാസം നൽകിയല്ലോ. ഓരോന്നും പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുകയാണ്. അതുകൊണ്ട് മാർപ്പാപ്പ നൽകുന്ന വലിയൊരു മുന്നറിയിപ്പാണ്: ചൂഷണം ചെയ്താൽ നിങ്ങൾക്കിനി അധികകാലം ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുകയില്ല. ആ വലിയൊരു മുന്നറിയിപ്പ് ദൈവം നമുക്ക് നൽകുകയാണ്. ആ മുന്നറിയിപ്പ് നാം ഏറ്റെടുക്കുകയാണ്. ഓരോ വർഷവും പരിസ്ഥിതി കർഷകരെന്ന നിലയിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം പരിസ്ഥിതിയെ സ്നേഹിക്കുന്നവരാണ്, അതിനെ പിന്തുണയ്ക്കുന്നവരാണ്. പരിസ്ഥിതി കൃത്യമായിട്ട് സംരക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ കാർഷിക വൃത്തിയുമില്ല, നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഈ വർഷം എൽ നിനോ കടന്നു വരുന്നുണ്ട്, ശക്തമായ ചൂട്, വെള്ളമുണ്ടാകുകയില്ല എന്ന മുന്നറിയിപ്പൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വർഷകാലം ഒന്ന് ഇത്തിരി താമസിച്ചപ്പോൾ നമ്മൾ ഭയന്നു, എങ്കിലും അത് എത്തി എന്നുള്ള വലിയൊരു ആശ്വാസം നമുക്കുണ്ട്. കൃത്യസമയത്ത് നമുക്ക് മഴ കിട്ടുന്നില്ലെങ്കിൽ, ചൂടധികമായാൽ നമുക്ക് എങ്ങനെ കൃഷിയെ സംരക്ഷിക്കാൻ സാധിക്കും? ഈ വർഷം ചൂടധികമായിരുന്നു. ഞങ്ങളുടെ പ്രദേശത്തൊക്കെ ധാരാളം ജാതി, ഗ്രാമ്പു എല്ലാം കരിഞ്ഞുപോയി. വർഷങ്ങൾ കഠിനാധ്വാനം ചെയ്തതാണ്, പക്ഷേ ചൂടധികമായപ്പോഴേക്കും ജലം കിട്ടാതെ ആ കരിഞ്ഞു പോവുകയാണ് ചെയ്തത്, സംരക്ഷിക്കാൻ സാധിച്ചില്ല. അപ്പോൾ പ്രകൃതി സംരക്ഷിച്ച് അതിൻ്റെ കൃത്യമായിട്ടുള്ള ദിശ നിയന്ത്രിക്കപ്പെടുന്നുണ്ടെങ്കിൽ, ദൈവം ക്രമീകരിച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ മാത്രമേ കർഷകർക്കും ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ഒരു ദിനം പ്രത്യേകമായി നമ്മൾ ഒരുമിച്ച് ചേരുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ് പരിസ്ഥിതി സംരക്ഷിക്കപ്പെടുന്നത്. പലപ്പോഴും നാം കയ്യേറ്റക്കാർ,
എന്ന് കുടിയേറ്റക്കാർ കയ്യേറ്റക്കാരെന്ന തെറ്റായ വ്യാഖ്യാനം നൽകിക്കൊണ്ട് പല ഉദ്യോഗസ്ഥരും സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് അതീയ ദുഃഖമാണുള്ളത്. നാം ഒരിക്കലും പരിസ്ഥിതിയെ നശിപ്പിക്കുന്നില്ല, അതിനെ സംരക്ഷിക്കുകയാണെങ്കിൽ. നാം ഒരിക്കലും വനം വെട്ടി നശിപ്പിക്കുന്നില്ല, നശിപ്പിച്ചിട്ടുമില്ല. വനമെല്ലാം വെട്ടി നശിപ്പിച്ച സർക്കാർ മിച്ചമാക്കി തന്ന ഭൂമിയാണ് നമ്മുടെ കയ്യിലെത്തിയത്. അത് നാം വില കൊടുത്ത് വാങ്ങിയതാണ്. അതിൽ കൃഷി ചെയ്ത് വനം നട്ടുപിടിപ്പിക്കുകയാണ്, വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുകയായിരുന്നു കർഷകർ. അല്ലാതെ ഒരിക്കലും നാം പരിസ്ഥിതിയെ നശിപ്പിച്ചിട്ടില്ല. നശിപ്പിച്ചാൽ നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കില്ല. എങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉദ്യോഗസ്ഥർ പലപ്പോഴും അങ്ങനെ ചിത്രീകരിക്കാറുണ്ട്. ഞങ്ങളുടെ താമരശ്ശേരി ഭാഗത്ത് 200-ലധികം കുടുംബങ്ങൾക്ക് വർഷങ്ങളായി പട്ടയം കിട്ടുന്നില്ല. അന്ന് ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നു. മുഖ്യമന്ത്രിയോട് ഇക്കാര്യം ഉണർത്തിക്കുന്നതിന് വേണ്ടി അവിടെയുള്ള ആളുകൾ, കർഷകർ, ഒരു 15 കർഷകരും ഞങ്ങൾ ഒരുമിച്ച് മുഖ്യമന്ത്രിയോട് പറഞ്ഞപ്പോൾ റവന്യൂ മിനിസ്റ്റർ, അതുപോലെ വനം മന്ത്രി, മുഖ്യമന്ത്രി, ബന്ധപ്പെട്ട സെക്രട്ടറിമാർ, ഉദ്യോഗസ്ഥർ എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് ഇരിക്കുമ്പോൾ ഞങ്ങളതിനെക്കുറിച്ച് ഞങ്ങളുടെ വേദനകൾ പ്രത്യേകമായി എടുത്തു പറഞ്ഞു. ഓരോ ഞങ്ങൾ 15 വർഷം മുമ്പ് 20 വർഷം മുമ്പ് ഈ സ്ഥലം വാങ്ങിയതാണെന്ന്. അതിനെ സംബന്ധിച്ച് എന്തുകൊണ്ട് പട്ടയം കൊടുക്കുന്നില്ല എന്ന് മുഖ്യമന്ത്രി റവന്യൂ ചോദിക്കുമ്പോൾ വനം വകുപ്പ് അതിനെതിരെ നിൽക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മുഖ്യമന്ത്രി വനം വകുപ്പിലുള്ള ഉദ്യോഗസ്ഥനോട് ചോദിക്കും, എന്തുകൊണ്ടാണ് പ്രശ്നം? അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട്, സർ, ഈ കയ്യേറ്റക്കാർ എന്ന വാക്ക് ഉപയോഗിച്ചത് ഞാൻ ശക്തമായി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, സ്റ്റോപ്പ് ഇറ്റ് എന്ന് തന്നെയാണ്. അപ്പോൾ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഒന്ന് ഞെട്ടിപ്പോയി. അങ്ങനെ ഒരു ബിഷപ്പ് പറയുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ പറഞ്ഞു, തൊട്ടുമുമ്പ് അബ്ദുറഹിമാൻ എന്ന് പറഞ്ഞ ഈ സഹോദരൻ 15 ലക്ഷം രൂപ കൊടുത്ത് ഈ സ്ഥലം വാങ്ങിയ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ കേട്ടതല്ലേ? നിങ്ങൾ എങ്ങനെ ഞങ്ങളെ കയ്യേറ്റക്കാരെന്ന് വിളിക്കാൻ സാധിക്കും? ഞങ്ങൾ ഒരിക്കലും ഭൂമി കയ്യേറിയിട്ടില്ല, ഞങ്ങൾ വില കൊടുത്ത് വാങ്ങിയതാണ് എന്ന്. പക്ഷേ ഇപ്പോഴും ഉദ്യോഗസ്ഥലങ്ങളിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവർ വിചാരിക്കുന്നത് നമ്മൾ കയ്യേറിയിരിക്കുകയാണ് ഈ ഭൂമിയെല്ലാമെന്ന്. അങ്ങനെ തെറ്റായിട്ടുള്ളൊരു മുദ്രയാണ് നമുക്കതിനെല്ലാം തിരുത്തിക്കൊണ്ടാണ് നാം മുന്നോട്ട് പോകുന്നത്. കാർഷിക മേഖലയിൽ നാം അനുഭവിക്കുന്ന വലിയ പ്രതിസന്ധികളുണ്ട്. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ഓരോ ദിവസവും കൊല്ലപ്പെടുന്നവരുടെ എണ്ണം എത്ര ഭീതിയുള്ളതാണെന്ന് നമുക്കറിയാം. നാം ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾക്ക് വിലയില്ലാതെ വരുമ്പോൾ നാം തളർന്നു പോവുകയല്ലേ? 1000 രൂപ നമ്മളത് കൃഷി ചെയ്യാൻ ചെലവഴിച്ചെങ്കിൽ തിരികെ വരുമ്പോഴേക്കും അത് 500 രൂപ മാത്രമേ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് നിരാശയല്ലാതെ ഒരു സാധാരണ കർഷകൻ എവിടെ പോയി ഓടി ഒളിക്കാൻ സാധിക്കും? രക്ഷയില്ലല്ലോ. അവിടെയാണ് ഇൻഫാം എന്ന സംഘടനയുടെ പ്രസക്തിയും നമ്മുടെ പഞ്ചവത്സര പദ്ധതിയും. നാം കൃത്യമായിട്ടുള്ള ദിശാബോധം കർഷകർക്ക് നൽകുകയാണ്. ഈ സംഘടന കർഷകരോടൊപ്പം ഉണ്ടാകും, കർഷകരുടെ കൂടെ ആയിരിക്കും. ആരുമില്ലെങ്കിലും, സർക്കാർ നമ്മുടെ കൂടെ ഇല്ലെങ്കിലും, മറ്റാരുമില്ലെങ്കിലും നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയും എന്ന് നാം ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. സംഘടനയുടെ പ്രവർത്തനങ്ങളെ കൃത്യമായി രൂപരേഖകൾ നമുക്ക് നൽകിക്കൊണ്ട് നമുക്ക് അടുത്ത 5 വർഷത്തിനുള്ളിൽ നമുക്കത് തെളിയിച്ചു കൊടുക്കണം. നാം വിവിധ മേഖലകളിൽ കൃഷി ചെയ്യുന്നവരാണ്. ആ കൃഷി ചെയ്യുന്ന ആളുകൾ നാം ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾക്ക് കൃത്യമായി വില ലഭിച്ചേ മതിയാവൂ. അത് നമുക്ക് ഒരുമിച്ച് നിന്നാൽ അത് സാധിക്കും. നമുക്ക് സർക്കാരിനെ നിയന്ത്രിക്കാൻ കഴിയും. നമ്മുടെ സംഘടന ശക്തിപ്പെട്ടാൽ നമുക്കിപ്പോൾ വിവിധ രൂപതകളിൽ, വിവിധ ജില്ലകളിൽ കർഷക സംഘടന വളരെ ശക്തിപ്പെട്ടു. നിങ്ങളെപ്പോലെയുള്ള ധീരരായിട്ടുള്ള കർഷക സുഹൃത്തുക്കൾ ഒരുമിച്ച് നിന്നാൽ നമുക്ക് സർക്കാരിൻ്റെ തീരുമാനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് സമകാലീന സംഭവങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമുക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുപ്പിക്കാൻ കഴിയണം. അപ്പോൾ നമുക്ക് പ്രശ്നങ്ങളില്ല. വിപണി നമുക്ക് അനുകൂലമായിട്ട് ക്രമീകരിക്കാൻ കഴിയും. നമുക്കതിന് സാധിക്കും. അടുത്ത 5 വർഷത്തിനുള്ളിൽ കർഷകർ അവർക്ക് ഭാവിയിൽ കൃഷി ചെയ്യുവാൻ നമ്മെ സഹായിക്കുന്ന, പ്രേരിപ്പിക്കുന്ന ഒരു സമൂഹമായി മാറുക തന്നെ ചെയ്യും. നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ അടുത്ത 2 വർഷത്തിനുള്ളിൽ 100 ഔട്ട്ലെറ്റുകളാണ് ഭാരതത്തിൽ മുഴുവനായിട്ടും നാം സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് 100 ഔട്ട്ലെറ്റുകൾ. നമുക്ക് ഏത് ഭാഗത്തു നിന്നും, നമുക്ക് ആന്ധ്രയിലുണ്ട്,
നമ്മുടെ സഹോദരങ്ങൾ ഇൻഫാമിലുള്ള അവരുൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ നമുക്കിവിടെ സർക്കാർ നൽകുന്ന വിലയേക്കാൾ കൂടുതൽ, മാർക്കറ്റ് വിലയേക്കാൾ കൂടുതൽ വിലയ്ക്ക് നമുക്കിവിടെ കൊടുക്കാൻ കഴിയും, വിറ്റഴിക്കാൻ കഴിയും. നാം ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ കൃത്യസമയത്ത് നമുക്ക് ഇന്ത്യയിൽ എവിടെയും മാർക്കറ്റിൽ കണ്ടെത്തി നമുക്കത് വിറ്റഴിക്കാൻ കഴിയും. അതിനുള്ള പദ്ധതിയാണ് നമുക്കത് ക്രമീകരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട്, പ്രകൃതിയോടൊപ്പം ചേർന്നുകൊണ്ട് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുമ്പോൾ ഈ സംഘടന വളരെ ശക്തമാകും. അതുകൊണ്ട് ഇന്നത്തെ ഈ പരിസ്ഥിതി ദിനാഘോഷം നമ്മൾ ഒരുമിച്ച് ചേരുമ്പോൾ ഇൻഫാം എന്ന സംഘടനയെ ശക്തിപ്പെടുത്തുക എന്നൊരു ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കുമുണ്ട്. ഇതെൻ്റെ കുടുംബമാണെന്ന് കരുതുന്നത്. ഇൻഫാം എൻ്റെ കുടുംബമാണ്. ആ കുടുംബത്തിൽ ഞങ്ങളെല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ. ഏതൊരു കർഷകന് വേദന ഉണ്ടാകുന്നു അതെൻ്റെ വേദനയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരുമിച്ച് നിന്ന് നാം പ്രവർത്തിച്ചാൽ നമുക്ക് നാളെ ശോഭനമായൊരു ഭാവിയുണ്ട്. നമുക്കത് കൃത്യതയോടെ നീങ്ങാൻ സാധിക്കും. ഞാൻ വെറുതെ പറയുന്നതല്ല. വിദേശ രാഷ്ട്രങ്ങളിൽ കർഷകർ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുമ്പോൾ ആ രാഷ്ട്രത്തിൻ്റെ നിയമ നിർമ്മാണത്തിനുള്ള ആളുകളെ നിയന്ത്രിക്കാൻ കഴിയുന്നത് എത്രയോ അനുഭവങ്ങളാണ് നമുക്കുള്ളത്. നമുക്കതിന് സാധിക്കും. നമുക്കതുകൊണ്ട് ഇൻഫാം എന്ന സംഘടന വളരെ ശക്തമായി മുന്നോട്ട് പോകും. നമുക്ക് ഈ സംഘടനയിലേക്ക് കടന്നു വന്നു. നെല്ലിക്കുന്നേൽ പിതാവ് നമ്മോടൊപ്പം ഉണ്ട്, ജോൺ പിതാവ് നമ്മോടൊപ്പം ഉണ്ട്. അവിടെ ഈ കാർഷിക ജില്ല, നമ്മുടെ ഇൻഫാം ജില്ലയുടെ കേന്ദ്രം തന്നെ അവിടെ ആരംഭിച്ചിരിക്കുകയാണ്. പിതാവിനെ ഞാൻ ഒരിക്കൽ കൂടി പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. നമ്മോട് ചേർന്ന് നിൽക്കുന്നതാണ്. നമുക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് വളരെയധികം ഭാവിയുണ്ട്. മറ്റ് ജില്ലകളിലും ഈ പ്രവർത്തനം ശക്തിപ്പെടുത്തിയാൽ ഇന്ത്യ മുഴുവനിലും നമുക്ക് ഇൻഫാമിൻ്റെ പ്രവർത്തനങ്ങൾ എത്തിക്കുവാനും ഒരു ചരടിൽ കോർത്ത മുത്തുമണി പോലെ നമുക്ക് പ്രവർത്തിക്കാനും സാധിക്കും. അതുകൊണ്ട് നമുക്ക് ഈ പരിസ്ഥിതിനും പ്രകൃതിയെ നമുക്ക് സംരക്ഷിക്കാം, നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ശക്തിപ്പെടുത്താം. ഇൻഫാം എന്ന സംഘടനയിലൂടെ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഈ പ്രപഞ്ചത്തെ നമുക്ക് സംരക്ഷിക്കാം. ആളുകൾക്ക് വിശപ്പിൻ്റെ ഉത്തരമാണ് നമ്മുടെ കാർഷിക മേഖല, കാർഷിക വൃത്തി എന്ന് നമുക്കറിയാം. അത് നമുക്ക് ദൈവിക വൃത്തിയായിട്ട് കണ്ട് നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാം. മനോഹരമായ ഒരു ദിവസം ഇത്ര ഭംഗിയായിട്ട് ക്രമീകരിച്ച ചെയർമാൻ തോമസ് അച്ഛനോടും കാഞ്ഞിരപ്പള്ളി ജില്ലയിലെ എല്ലാ പ്രവർത്തകരോടുമുള്ള വലിയ കൃതജ്ഞത രേഖപ്പെടുത്തി നമുക്ക് നല്ലൊരു കയ്യടി അവർക്ക് കൊടുക്കണമെന്ന് ഞാൻ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. ജൂബിലി വർഷത്തിൽ നിരവധിയായ പ്രോഗ്രാമുകൾ, ഒരു മാസത്തെ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ച് വിജയം വരിച്ചവരാണ്. അവർക്ക് കൃത്യമായിട്ട് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാൻ അറിയാം. നമുക്കതുകൊണ്ട് തന്നെ എന്തൊരു പ്രതീക്ഷയാണ് നമുക്കുള്ളത്. ഒരുമിച്ച് നിന്നാൽ മാത്രം മതി. നമുക്ക് നല്ലൊരു നാളെ, ശോഭനമായൊരു ഭാവി നമ്മുടെ മുൻപിലുണ്ട്. ഒറ്റക്കെട്ടായിട്ട് നിൽക്കാം. സ്ഥിരതയോടെ ഈ പരിസ്ഥിതിയെ, പ്രകൃതിയെ നമുക്ക് സംരക്ഷിക്കാം. അത് ദൈവത്തിൻ്റെ മുഖം പ്രകൃതിയിൽ കണ്ടുകൊണ്ട് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ലൗദാത്തോ സീ, അവിടുത്തെ ദൈവമേ നിന്നെ ഞാൻ സ്തുതിക്കുന്നു, ഈ പ്രപഞ്ചം ഞങ്ങൾക്കായി നൽകിയതിനെ ഓർത്ത് എന്ന കീർത്തനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുകയും സമാധാനത്തിൻ്റെ പ്രവാചകരായി ഓരോ കർഷകനും മാറട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.